ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് LDF പ്രചാരവേലയിൽ നമ്മുടെ നികേഷ് കുമാറൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നൊരു വാക്കാണ് ശവം തൂക്കികൾ എന്ന്. അതായത് മുണ്ടക്കൈ ചൂരൽമലയിലെ ഫണ്ട് വിനിയോഗത്തിൽ കോൺഗ്രസ് അവരെ മരിച്ചവരുടെ ആനുകൂല്യം പിരിച്ചെടുത്തു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. അതിനാണ് അദ്ദേഹം ശവം തൂക്കികൾ എന്ന് വിളിച്ചത്. സത്യത്തിൽ ആ രാഷ്ട്രീയ വിമർശനത്തിനപ്പുറത്ത് ഇന്ന് ഈ എൻ്റെ നാട്ടിൻപുറത്തൊക്കെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ കാണുന്ന ഈ പ്രയോഗത്തിന് അർഹരായ ചിലരുണ്ട്. അക്ഷരാർത്ഥത്തിൽ ശവത്തൂക്കികൾ. അതാരാന്നറിയോ? ഈ മുക്താദർ ജുവലറി എന്ന് പറയുന്ന ജുവലറിക്കാരൻ ഈ കരുനാഗപ്പള്ളിയിൽ ഈ പരിപാടിയായിട്ട് വന്നപ്പോൾ അവൻ്റെ ഏജൻറ്റുമാരായും മാനേജർമാരായും അവിടെ ജോലിയെടുക്കുന്നവരായും കമ്മീഷൻകാരായും പിന്നെ ഏതെല്ലാം രൂപത്തിൽ ഒരു കൊളയട്ടയെപ്പോലെ അതിൽ പറ്റിപ്പിടിച്ച് അവരെ കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചിറങ്ങിയ കുറേ പേർ, അതോടൊപ്പം തന്നെ മറുവശത്ത് ഈ ആളുകളെ ഇതിനകത്ത് ഏജൻറ്റുമാരാക്കാനും അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊടുക്കാനും വേണ്ടി ഏജൻറ്റുമാരായി പ്രവർത്തിച്ച കുറേ ആളുകളുണ്ട്. യവന്മാരെല്ലാം ഇത് പിരിച്ച് അതിൽ നിന്ന് ഇത്ര % കാശും എടുത്തിട്ടാണ് ബാക്കി മുതലാളിക്ക് കൊണ്ട് കൊടുത്തത്. ഈ മുതലാളിക്ക് കൊണ്ട് കൊടുത്തതിൽ പകുതി കൊടുത്തവരുണ്ട്, 3/4 ഭാഗം കൊടുത്തവരുണ്ട്, 1/4 ഭാഗം കൊടുത്തവരുണ്ട്, ബാക്കി മുഴുവൻ അമുക്കിയവരാണ് ഈ പറയുന്ന ആളുകൾ. എല്ലാം നിസ്കാരക്കാരാണ്. RSSകാരും സംഘപരിവാറുകാരൊന്നുമല്ല. എല്ലാം നിസ്കാരക്കാരായ നല്ല ഈമാനും യക്കീനും പിന്നെന്തൊക്കെയാവും പൂവത്തും എല്ലാം ഉള്ള ആളുകളാണ്. അപ്പോൾ ഇവരാണിത് പിരിച്ചുകൊണ്ട് കൊടുത്തത്. ഇപ്പോൾ അവൻ തേച്ചോണ്ടൊക്കെ പോകുമ്പം ഏറ്റവും കുറഞ്ഞ പക്ഷം എന്ത് ചെയ്യണം? അവനവൻ്റെ മുതൽ വിറ്റ് ഞാനിതുകൊണ്ട് സമ്പാദിച്ചത് ഇത്രയാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വീതിച്ച് തരാമെന്നും പറഞ്ഞ് 25,000 50,000 1 ലക്ഷം വീതം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുക്കണം. അവർക്കത് കേസ് നടത്തിയെങ്കിലും ചെയ്യാം. ഇത് ആ കമ്മീഷൻ മൊത്തം അടിച്ച് എന്നിട്ട് വലിയ മിടുക്കന്മാരായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ അവർ ചെയ്യുന്നൊരു പരിപാടിയുടെ പേരാണ് ഈ ശവം തൂക്കൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ കാശ് കൊടുത്തതിൻ്റെ പേരിൽ ജീവിതമാർഗം മുട്ടി ഉരുകി 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 മരിച്ച കുറേ വിശ്വാസികളുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ഇതിൽ അധികവും കാശ് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് അവർ ആത്മഹത്യ ചെയ്യില്ല. വേറെ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ കൂട്ട ആത്മഹത്യ നടന്നേനെ. കാരണം അത്ര ആളുകളെയാണ്, പാവങ്ങളെയാണ്, രോഗികളെയാണ്, കഷ്ടപ്പാടുകാരെയാണ് ഇവർ പറ്റിച്ചത്. അങ്ങനെ പറ്റിച്ചവൻ ഇഞ്ചിഞ്ചായി മരിച്ചു കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ കാശ് വാങ്ങിച്ചു കൊടുത്ത ഇടനിലക്കാരൻ യവനെ ഈ പരുവത്തിലാക്കിയ ആൾ രംഗത്ത് വന്ന് പിന്നെ ആ മരണ വീട്ടിലെ മൊത്തം കാര്യങ്ങളും മയ്യത്തൊഴിച്ച് ബാക്കി എല്ലാം ആയിട്ട് പുള്ളി അങ്ങ് മാറുകയാണ്. കുളിപ്പിക്കുന്നു, കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കുന്നു, മയ്യത്ത് തിരിച്ചു കിടത്തുന്നു, മയ്യത്ത് പൊതിയുന്നു. കാരണം കാശ് കൊടുക്കണ്ടല്ലോ, ബാക്കിയെല്ലാം ചെയ്താൽ മതിയല്ലോ. എന്നിട്ട് ഈ മയ്യത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു കൂലി, മയ്യത്തിനെ അനുഗമിക്കുന്നതിന് സുന്നത്തിൻ്റെ കൂലിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കരസ്ഥമാക്കുക. പക്ഷേ ഹക്കായും ഫർദായും ഉള്ളൊരു കാര്യമുണ്ടല്ലോ, അവനെ മോട്ടിച്ച് തിന്ന കാശ്, അത് തിരിച്ചു കൊടുക്കണമെന്നും അതിൽ ഞാൻ ഭക്ഷിച്ചതും ഞാൻ എടുത്തതും തിരിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണെന്നുള്ള ഭാഗം അങ്ങ് വിട്ടു. അതങ്ങ് വിട്ടിട്ട് ഈ മയ്യത്ത് പരിപാലനവും കുളിപ്പിക്കലും കുഴിയിലോട്ടൊക്കെ അങ്ങ് ഇറങ്ങി നിൽക്കുക. എന്ന് വെച്ചാൽ മയ്യത്തായിട്ട് അങ്ങ് കിടക്കുമെന്ന് പോലും അറിഞ്ഞുകൂടാ. അത്ര പിന്നെന്താ പറയുന്നത് ഇതോടുകൂടി. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ ശവം തൂക്കികൾക്കറിയാം ഈ മരിച്ചു കഴിയുമ്പോൾ പിന്നെ ഈ ഈമാനും വിശ്വാസവും ഒക്കെയുള്ള ആളുകൾ അവസാനം എത്തുന്നൊരു ഇതുണ്ട്. പോയതോ പോയി, ആൾ വരെ പോയില്ലയോ, ഇനി കാശും പോയെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് സബൂർ ചെയ്യുന്നൊരു സംഗതിയുണ്ട്. സബൂർ ചെയ്തേ പറ്റുള്ളൂ. കാരണം സബൂർ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. അസുഖം കൂടി ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ ഈ കള്ളൻ്റെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടത്തില്ല. ഈ ഇടനില നിന്ന കള്ളന്മാരാരും നിങ്ങൾക്ക് വാങ്ങിച്ചു തരികയില്ല. അപ്പോൾ അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഈമാനുള്ള ശവം തൂക്കികൾ അങ്ങനെ കുറേ പേരെ ഇപ്പോൾ എൻ്റെ നാട്ടിൻപുറത്തൊക്കെ കാണാം. ദയവേത് അവരോട് പറയാനുള്ളത്, കുറഞ്ഞ പക്ഷം ഇങ്ങനെയൊക്കെ വന്ന് നിന്ന് ഇതൊക്കെ നടത്തുമ്പോഴും ഒരുപാട് പേരുടെ മനസ്സിൽ ഈ ചിന്തയുണ്ട്, യവനാണല്ലോ അയാളെ തൂക്കിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ വേഷം കെട്ടലെങ്കിലും ദയവായി അവസാനിപ്പിക്കണം. തിന്നതോ തിന്നു. ഇനി ഈ പറഞ്ഞതുപോലെ ഇനിയും പ്രമാണിമാരായി ഇതിൻ്റെ പ്രചാരകരായി രംഗത്ത് വരാതെ എവിടെങ്കിലും ശിഷ്ടകാലം ഒതുങ്ങി ജീവിച്ചങ്ങ് പോകണം. അതാണ് നല്ലതാവുക.